നിനക്ക് പല രൂപങ്ങളുണ്ട്. ശരിക്കും നീ ആരാണ്? ഒന്നും മനസ്സിലായില്ലല്ലേ? ഓരോ ആളുകളുടെ അടുത്തും ഓരോ രൂപത്തിലല്ലേ നീ ഇടപെടുന്നത്. നിന്റെ മേലധികാരികൾ, അല്ലെ നീ ബഹുമാനിക്കേണ്ട, അല്ലെ നിനക്ക് ചില നേട്ടങ്ങൾ കിട്ടേണ്ട ചില ആളുകളുടെ അടുത്ത് നീ നിന്റെ ദേഷ്യമോ അല്ലെങ്കിൽ നിന്റെ എല്ലാ ക്യാരക്ടറും കാണിക്കുമോ? ഇല്ല. അവിടെ നിനക്ക് മാക്സിമം റെസ്പെക്റ്റ് പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ അവരെ നീ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് അഭിനയിച്ച് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകല്ലേ. അതേസമയം നിന്റെ വീട്ടിൽ നീ അങ്ങേയറ്റം നിന്റെ മോശമായ പല സ്വഭാവങ്ങളും കാണിക്കാൻ പറ്റുന്നിടത്ത്, നിന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നീ വേറൊരു രൂപത്തിലാണ്. ചിലപ്പോൾ നീ അവരുടെ പല കാര്യങ്ങളും നിനക്ക് ഇഷ്ടമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നീ അവരുടെ മുമ്പിൽ എല്ലാം തുറന്ന് നിന്റെ സ്വഭാവം കാണിക്കും. നീ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നീ അങ്ങേയറ്റം പോളിഷ്ഡ് ആയിരിക്കും. നിന്റെ വീട്ടിലൊരു ജോലിക്കാരെ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കീഴിൽ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ നീ നിന്റെ അധികാരം കാണിക്കും. നീ ഒരാളുമായി സ്നേഹത്തിലാണെങ്കിൽ നീ അവിടെ ഏറ്റവും മധുരമുള്ള വാക്കുകളെ ഉപയോഗിക്കുകയുള്ളൂ. കാര്യം ആ റിലേഷൻ തകരരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും നീ ആരാ? പല രൂപങ്ങൾ, പല സ്ഥലങ്ങളിൽ. അവസാനം എന്ത് സംഭവിക്കും? യഥാർത്ഥ നീ എന്തെന്ന് നിനക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതാവും. ഇങ്ങനെ പല പല രൂപങ്ങളിൽ അഭിനയിക്കണോ? സ്വന്തം രൂപം ഒന്ന് തിരിച്ചറിഞ്ഞൂടെ? യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? അതെല്ലായിടത്തും അപ്ലൈ ചെയ്തൂടെ? ഇനി ആ രൂപത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അത് കറക്റ്റ് ചെയ്താൽ പോരെ? എന്തിനാണ് ഈ ഓരോരുത്തടുത്ത് കള്ളത്തരം കാണിക്കുന്നത്? ശരിക്കും നീ നിന്നെ നശിപ്പിക്കുകയാണ്. യഥാർത്ഥ നിന്നെ നീ ഇല്ലാതാക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിൽ നിന്റെ അഭിനയം നിന്നെ പല പല ആളുകളുടെ അടുത്ത്, അല്ലെ പല പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ എത്തിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള നിന്നെ നിനക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്ന് തൊട്ടൊന്ന് തിരിച്ചറിഞ്ഞേ, ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേരുമോന്ന്? ഒരിടത്തും എത്തിച്ചേരത്തില്ല. യഥാർത്ഥ നീ എന്താണോ അത് പുറത്തേക്ക് കൊണ്ടുവരിക. അതിനെന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ നിന്നെ പുറം ലോകം കാണട്ടെ. ആ നീ ഈ ലോകത്തിൽ വലിയൊരാളായി മാറട്ടെ. അല്ലാതെ ഓരോ തരത്ത് കാര്യങ്ങൾ നേടാൻ വേണ്ടി നിന്നെ വ്യത്യസ്ത രൂപങ്ങളിലാക്കരുത്. അങ്ങനെ ഇനി സംഭവിക്കരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.